ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടൊരു പായസത്തിന്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത് കേട്ടോ. അരവണ പായസത്തിന്റെ റെസിപ്പിയാണ്. അപ്പോൾ അരവണ പായസത്തിന് ഉള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രപ്പോർഷൻ കേട്ടിട്ട് നിങ്ങൾ ഇത്രയൊക്കെ വേണോന്ന് വിചാരിക്കണ്ട. ശരിക്ക് 1/4 കിലോ അരി, അതിന് 1 കിലോ ശർക്കര, പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ശർക്കര ആദ്യം ഉരുക്കിയെടുക്കണം. അതേപോലെ തന്നെ അരി, നമ്മളുടെ നൂർക്കരി ഇല്ലേ, ഉണക്കല്ലരി എന്ന് പറയില്ലേ, ആ പായസത്തിന്റെ അരി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കുറച്ച് നേരം, ഒരു 1/4 മണിക്കൂർ നേരം ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കണം. അത് നിങ്ങൾ ഒരിക്കലും കുക്കറിൽ വേവിച്ചെടുക്കരുത്. നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിൽ, ഉരുളിയിലോ അല്ലെങ്കിൽ അടികട്ടിയുള്ള വേറെ എന്തെങ്കിലും പാത്രം, ഉരുളി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉരുളി ഉണ്ടെങ്കിൽ അത് എടുത്തോളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അടികട്ടിയുള്ള പാത്രത്തിൽ വെച്ചിട്ട് വേണം, വെള്ളം തിളപ്പിച്ചിട്ട് അതിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. പലർക്കും സംശയം ഉണ്ടാവും കുക്കറിലിട്ട് വേവിച്ചാൽ പോരെയെന്ന്. പക്ഷെ അപ്പം അതിൻ്റെ ആ ഒരു ടെക്സ്ചർ ശരിയാവില്ല. അരവണ പായസത്തിൻ്റെ ടെക്സ്ചർ എന്ന് പറയുമ്പോൾ അതൊരു കുറച്ചൊന്ന് കടിക്കണ പോലെയാവല്ലോ. 1/4 ഭാഗം കഴിഞ്ഞ് ആ ഒരു കുറച്ച് വേവ് മാത്രം ബാക്കി നിൽക്കും. അങ്ങനെയല്ലേ അത് ഉണ്ടാക്കുക. അപ്പം അതേ ടെക്സ്ചറിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുക്കറിൽ ഒരിക്കലും വേവിച്ചെടുക്കരുത്. അപ്പം ഞാൻ ഇവിടെ സാധനങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പം അതൊന്ന് വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ് കേട്ടോ. ഇതാണ് അരി, പൊടിയരിൻ്റെ സൈസുള്ള അരി കേട്ടോ. അതേമാതിരി ശർക്കര ഒന്ന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഉരുക്കിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ടുള്ളത്. അപ്പം ആദ്യം നമുക്ക് ശർക്കര ഒരുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ശർക്കര ഇട്ടെടുക്കുക. കൂടെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുക്കാം. ഞാൻ ഈ കപ്പിനാണ് അളവ് കാണിക്കുന്നത് കേട്ടോ. 1/4 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ. ഒരു നൂൽപ്പാവാകുമൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഉരുകി മാത്രം മതി. നന്നായിട്ട് ഉരുകി വന്നു കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പം ഈ പതയുണ്ടല്ലോ, ഇതൊന്ന് നമുക്ക് കൃത്യമായിട്ട് അതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, ഈ ശർക്കരയിലെ അഴുക്കാണ് ഈ പത, ഇത് നമുക്ക് കൃത്യമായിട്ട് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പാലൊഴിക്കുക കേട്ടോ. ഇതൊരു ടിപ്പാണ്, അങ്ങനെ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഇറക്കിയ ശേഷം അവിടെ എടുത്ത് വയ്ക്കാം. എന്നിട്ട് ആറിയതിന് ശേഷം നമുക്ക് ഈ അഴുക്കൊക്കെ ഉണ്ടല്ലോ അത് സ്പൂൺ കൊണ്ട് ഇങ്ങോട്ട് മാറ്റിയിട്ട് അരിച്ചെടുത്തിട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പം ഞാൻ ഉരുളിയാണ് എടുത്തിട്ടുള്ള പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓൺ ചെയ്ത ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കണം ഇതിലേക്ക്. അപ്പം ആദ്യം ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. ഇത് അളന്ന് വെച്ചതാണ്. ഞാൻ നീല കപ്പ് കാണിച്ചില്ലേ, ആ കപ്പിന് 3 കപ്പാണ്. ഇത് നന്നായിട്ട് തിളക്കട്ടെ. ഇപ്പം ആദ്യം നമ്മൾ 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത്. ഇനി ഒരു കുറച്ചും കൂടി വെള്ളം അവിടെ തിളപ്പിച്ച് വെക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. അതായത് അരിയുടെ വേവിനനുസരിച്ചിട്ട് വെള്ളത്തിന്റെ വ്യത്യാസം വരും. വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് വ്യത്യാസം. ഒരുപാട് വെള്ളം ആദ്യം ഒഴിക്കരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വെന്ത് ഇതായിപ്പോവും, കുഴഞ്ഞു പോകും. അങ്ങനെ കുഴഞ്ഞു പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ആദ്യം 3 കപ്പ് വെള്ളം തിളക്കട്ടെ. ഞാൻ ഇവിടെ ബാക്കി വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം നമുക്ക് ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ നോക്കുക, ശർക്കരയത്തെ അഴുക്കൊക്കെ ഇങ്ങനെ വന്ന് കണ്ടോ, പാട പോലെയിട്ട്. ഇതേമാതിരി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാല് 1 ടീസ്പൂൺ ഒഴിച്ചത് കേട്ടോ. അപ്പോൾ അതാ അഴുക്കുകളൊക്കെ ഞാൻ നീക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല കുറച്ച് കട്ടിയായിട്ട് പാട പോലെ ഇങ്ങോട്ട് വരും. അപ്പോൾ എടുക്കാൻ ഈസിയാണ്. ഇനി ഇതിലൊഴിക്കുന്ന സമയത്ത് നമുക്ക് അരിച്ചിട്ട് ഒഴിക്കാം. അതാ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അരിയിട്ടെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം
ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഞാൻ ഓരോ സ്റ്റേജ് വരുന്ന സമയത്ത് കാണിച്ചു തരാം. അതാ 3 കപ്പ് വെള്ളം ഒഴിച്ചത് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്തൊരു 2 കപ്പും കൂടെ ഒഴിച്ചെടുക്കാം. നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണേ. തിളപ്പിച്ച് വെച്ച വെള്ളമല്ലേ, അത് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു പകുതി വേവായിട്ടേ ഉള്ളൂ, കുറച്ചും കൂടി വേവാനുണ്ട്. അപ്പം ഞാൻ ഉപയോഗിച്ച ഈ അരിക്ക് 5 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചത്. അത് കറക്റ്റാണ് എനിക്ക്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് അരിയാണോ അതിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ഒഴിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി ഇതിലത്തെ ഈ വെള്ളം ഒന്ന് വറ്റിയാൽ പിന്നെ അരി റെഡിയാവും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ, അടി പിടിക്കരുതേ. അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര ഉരുക്കി ഒഴിക്കണം. ഇത് വേവണേൻ്റെ മുന്നേ ഒരിക്കലും ശർക്കര ഒഴിക്കരുത് കേട്ടോ, തീരെ വേവില്ല. പിന്നെ അരിപ്പയെ കൂടെ അരിച്ചിട്ടാണ്ട് ഒഴിച്ചാൽ മതി. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ആദ്യമൊന്നും കുഴപ്പമില്ല, നല്ല വെള്ളം ഉണ്ടല്ലോ. പക്ഷെ പിന്നെ വറ്റി വരുന്തോറും നമ്മൾ നല്ലോണം കൂടെ നിന്നിട്ട് ഇളക്കേണ്ട വേണം, ഇല്ലെങ്കിൽ അടി പിടിക്കും. അതാ ശർക്കര ഒഴിച്ചിട്ട് ഒരുവിധം നന്നായിട്ട് ഇങ്ങനെ വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഇതൊരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ, നമ്മുടെ അളന്ന് വെച്ചാണ്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇത് ഇളക്കിയതിന് ശേഷം ഒന്നും കൂടെ വറ്റിയതിന് ശേഷമാണ് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, നല്ല ഡാർക്ക് കളറായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു ഗോൾഡൻ കളറും കൂടി വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പോൾ ഇതിപ്പോൾ ശർക്കര പാനി ഒരു വിധം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. 200 ml ഒരു ബോട്ടിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് കുറച്ച് നെയ്യ് അധികം അയച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. എപ്പോഴും അരവണ പായസത്തിലൊക്കെ നെയ്യും ശർക്കരയൊക്കെ കൂടുതലല്ലേ ഉണ്ടാവുക. അപ്പം ഞാൻ ഇത്രേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതാ കണ്ടില്ലേ, ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കൂ, നല്ലോണം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നെയ്യ് ഇതിൽ ഒഴിച്ചതിന് ശേഷം ആ നെയ്യ് നന്നായിട്ട് ഇതിൽ പിടിച്ച് വറ്റി വരണം. ഒരു 4 ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നെയ്യൊക്കെ അതിലിറങ്ങി പിടിച്ച് വറ്റി വരണം. അപ്പോൾ ആദ്യം 4 ടേബിൾ സ്പൂൺ ആട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത്. അത് കംപ്ലീറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇളക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ആദ്യം. എന്നിട്ട് ഞാൻ വീണ്ടും ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം കേട്ടോ. ആ നെയ്യൊക്കെ അരിയിലും ശർക്കരയിലൊക്കെ ഇറങ്ങി നല്ല വറ്റി വരണം. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ ഇളക്കുമ്പോൾ ഇതാണ് അതിൻ്റെ പാകം കേട്ടോ. ഇങ്ങനെ ഉരുളിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരണം. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ മുറിഞ്ഞു വീഴണം, ഒഴുകാൻ പാടില്ല കേട്ടോ. അതാണ് ടൈറ്റായി വന്നു എന്നുള്ളതിൻ്റെ. ഈ 2 പാകമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ ആക്കുമ്പോൾ ഉരുളിയിൽ നിന്ന് വിട്ട് വരണം, ഇങ്ങനെ മുറിഞ്ഞു വരണം. ഇനി ആറുമ്പോൾ ഒന്നും കൂടെ ടൈറ്റ് ആവും കേട്ടോ. കണ്ടില്ലേ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണ് ചുക്കുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1.5 ടീസ്പൂണ് ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പഞ്ചസാര കൂട്ടി പൊടിച്ചാൽ മതി കേട്ടോ. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നല്ല മണവും ടേസ്റ്റൊക്കെ ഒന്നും കൂടി ഇങ്ങോട്ട് കൂടി വരിക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക.
ഇനി ഇതിന് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നമുക്ക് നെയ്യിൽ വറുത്തിടാം. ഞാൻ ഒന്നും ചെയ്യണില്ല, ആ ഒരു സാധാരണ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അപ്പൊ വളരെ റിച്ച് ആയിട്ടുള്ള അരവണ പായസം റെഡി ആയിട്ടുണ്ട്. എപ്പോഴെങ്കിലൊക്കെ അല്ലേ നമ്മളിങ്ങനെ നെയ്യും ശർക്കരയൊക്കെ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള പായസമൊക്കെ കഴിക്കുള്ളൂ, പ്രത്യേകിച്ച് അരവണ പായസമൊക്കെ. അപ്പൊ എപ്പോഴെങ്കിലും അത് ഉണ്ടാക്കാൻ തോന്നുകയാണെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി നോക്കിക്കോട്ടോ, നല്ല ടേസ്റ്റാണ്. നമ്മൾ ശബരിമലക്കാലം ആവണമെന്ന് കാത്തിരിക്കണം എന്നൊന്നുമില്ല, നമുക്ക് കഴിക്കാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാമല്ലോ. അപ്പൊ എല്ലാവരും ഒന്ന് പറ്റുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. മധുരം കൂടുതലാണ്, നെയ്യ് കൂടുതലാണെന്ന് വിചാരിക്കേണ്ട, ഇതേ പ്രപ്പോർഷനിൽ എടുത്താൽ മതി. ഇത് കറക്റ്റ് അളവാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.